വാർത്തകളിലേക്ക് വിശദമായി. സിനിമാ ലൊക്കേഷനുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി വേണമെന്ന് ഹൈക്കോടതി. WCCയുടെ ഹർജിയിലാണ് നിർണായക വിധി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഒരു നിർണായക തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. WCCയുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. എങ്ങനെ ഈ പരാതി പരിഹാര സെൽ രൂപീകരിക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിധി പകർപ്പ് വന്നതിന് ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, മലയാള സിനിമാ മേഖലയിലെ വനിതകൾ വർഷങ്ങളായി ഉന്നയിക്കുന്ന ഒരു കാര്യത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഒരു തീർപ്പുണ്ടായിരിക്കുന്നത്. നടിയെ ആക്രമിച്ചുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായ ശേഷമാണ് WCC ഇത്തരമൊരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. പിന്നീട് കഴിഞ്ഞ ജനുവരിയിൽ ഇക്കാര്യത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനും കക്ഷി ചേർന്നിരുന്നു. ഇതിനുശേഷം ഈ ആവശ്യം ന്യായമാണെന്ന് വിലയിരുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു ഉത്തരവെത്തിയിരിക്കുന്നത്. മലയാള സിനിമാ ലൊക്കേഷനുകളിൽ സ്ത്രീകളുടെ തൊഴിൽപരമായ പീഡനങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ആഭ്യന്തര പരാതി പരിഹാര സെൽ രൂപീകരിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 10 പേരിൽ കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഇത്തരം ഒരു പരാതി പരിഹാര സംവിധാനം ഉണ്ടാവണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നു. രാഷ്ട്രീയ പാർട്ടികളിലും സമാനമായ രീതിയിലുള്ള ഒരു പരാതി പരിഹാര സെൽ വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ തൊഴിലുടമ അല്ലെങ്കിൽ തൊഴിലാളി എന്ന ബന്ധമല്ല രാഷ്ട്രീയ പാർട്ടികളിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംവിധാനത്തിന്റെ പ്രായോഗികത ഒരു പ്രശ്നമായി മാറുന്നു എന്നും കോടതി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത്തരമൊരു ആവശ്യം തള്ളിയിരിക്കുന്നു. കൃത്യമായ ഏത് രീതിയിലാണ് ഇനി ഇത്തരമൊരു പരാതി പരിഹാര സെൽ ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ പുറത്തു വരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം സാധാരണ തൊഴിലിടങ്ങൾ ഒരു തൊഴിലിടമാണെങ്കിൽ സ്ഥിരമായ ഒരു സംവിധാനമാണ്. പക്ഷേ സിനിമാ ലൊക്കേഷനുകളിൽ പലപ്പോഴും ചെറിയ ദൈർഘ്യത്തിലുള്ള ഒരു കൂടിച്ചേരലുകളാണ് അവിടെ നടക്കുന്നത്. ചിലപ്പോൾ നടിമാർക്ക് 1-2 ദിവസത്തെ ഷൂട്ടിംഗ് അല്ലെങ്കിൽ 10 ദിവസത്തിൽ താഴെയുള്ള ഷൂട്ടിംഗ് ഒക്കെയാണ് പലപ്പോഴും നടക്കുക. അതുകൊണ്ട് ഏത് രീതിയിലുള്ള സംവിധാനമാവും അത് അവിടെ നടപ്പിലാവുക എന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷനെയും ചലച്ചിത്ര അക്കാദമിയും ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. സിനിമാ സംഘടനകളുടെ അടക്കം യോഗം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിനിമാ സംഘടനകളോടൊക്കെ പ്രതികരണം ആരാഞ്ഞെങ്കിലും അവരുടെ ഭാഗത്തുനിന്നും ഒരു കൃത്യമായ പ്രതികരണം അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുമില്ല. എന്തായാലും ഏത് രീതിയിലാവും ഇനി സിനിമാ സംഘടനകൾ ഇക്കാര്യങ്ങളെ സ്വീകരിക്കുക, ഏത് രീതിയിലാവും ഇതിന്റെ ഒരു സംവിധാനം ഉണ്ടാവുക എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ടെങ്കിലും അവരുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല ഇതുവരെ എന്നതാണ് MS അനീഷ് കുമാർ പറയുന്നത്. ഒരുപക്ഷെ വിധി പകർപ്പൊക്കെ കിട്ടിയതിനു ശേഷമായിരിക്കും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുക. എന്തായാലും WCC സംബന്ധിച്ച് ഇതൊരു വിജയമാണ്. വിധിയെ WCC സ്വാഗതം ചെയ്തു. ചലച്ചിത്ര സാമൂഹ്യ രംഗത്തെ മറ്റു പ്രമുഖരും വിധിയെ സ്വാഗതം ചെയ്തു. പ്രതികരണത്തിലേക്ക്. ഇത് WCC അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ തുടർച്ചയും ഇത് അവർക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒരു നേട്ടവുമാണ്. കാരണം എനിക്ക് തോന്നുന്നു ആ തരത്തില് WCCയുടെ ഒരു പോരാട്ടത്തെ മാർക്ക് ചെയ്യുന്ന ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ വിധി എന്ന് പറയുന്നത് ഇപ്പം ഇത് ഇദംപ്രദമായി സംഭവിച്ച ഒരു സംഗതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓൾറെഡി നമുക്ക് നിലവിലുള്ള ഒരു നിയമമാണ് ഇത്തരത്തിൽ തൊഴിലിടങ്ങളിൽ ഇത്തരത്തിലുള്ള ICC സംവിധാനം വേണമെന്നുള്ളത്. എന്തുകൊണ്ട് സിനിമയിൽ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ആശങ്കയിൽ നിന്നാണ് WCC അത്തരമൊരു ഹർജി ഫയൽ ചെയ്തതും ഒരുപാട് നാളുകൾക്ക് ശേഷം ഇത്തരമൊരു വിധി ഉണ്ടാകുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ഇത്തരത്തിലൊരു ഹർജി ഫയൽ ചെയ്തതിന് പിന്നാലെ ഇപ്പോ നമുക്കറിയാം പല സംവിധായകരും അവരുടെ സെറ്റുകളിൽ ഇത്തരത്തിൽ ICC സംവിധാനങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് നമ്മൾ വാർത്തയായി കണ്ടിട്ടുണ്ട്. ഒപ്പം സർക്കാരും സിനിമാ സംഘടനകളും തന്നെ ഇതിന് എന്താ പറയുക ഇത്തരം സംവിധാനം വേണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അത് എങ്ങനെ നടപ്പാക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ എന്തുകൊണ്ടും WCC അന്ന് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പോരാട്ടം വേറൊരു തരത്തിൽ കുറെ അധികം നാളുകൾ എടുത്തിട്ടാണെങ്കിൽ പോലും ആ നിലയിൽ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇതിനകം തന്നെ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകളുടെ ആളുകളോടൊക്കെ സംസാരിക്കാനിട വന്നപ്പോഴൊക്കെ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും അനുകൂലമായ നിലപാട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിപ്പോ കോടതി വിധിയെ മാനിച്ചുകൊണ്ട് ഇനി ആ ഉത്തരവാദിത്വം എല്ലാ സംഘടനകളും അംഗീകരിക്കുകയും വേണം, അവരത് പ്രാവർത്തികമാക്കുകയും വേണം. അതവർ ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ എല്ലാ സംഘടനകളെയും പ്രതിനിധികളെ വിളിച്ചു ചേർത്ത് ഉടനെ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും തോന്നുന്നു. തീർച്ചയായും അഭിനന്ദനങ്ങൾ WCCക്ക്. അവര് ഇത്തരമൊരു മേഖലയിൽ ധാരാളം വനിതകൾ ജോലി ചെയ്യുന്ന മേഖലയിൽ
നിരന്തരമായി ചൂഷണങ്ങൾ നടന്നിട്ട് അതിനെതിരെ അതിശക്തമായ നിലപാടുകൾ പല ഘട്ടത്തിലും ചുരുക്കം ചില ആളുകളാണെങ്കിലും എടുത്തിട്ട് പോലും സർക്കാർ അതിന് നേരെ പുറംതിരിഞ്ഞു നിന്ന, അല്ലെങ്കിൽ സമൂഹം ഒരു പരിധിവരെ അതിന് നേരെ പുറംതിരിഞ്ഞു നിന്ന സാഹചര്യത്തിൽ നീതിയുടെ വഴി തേടി പോയി ഇന്ന് വിജയം നേടിയതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിന് തിരിച്ചടി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ഹർജിയിൽ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കി. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ദിലീപിന്റെ ആവശ്യം കോടതി തള്ളിയത്? അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇത് വലിയ ഒരു നേട്ടമാണോ? രേണുക, നേരത്തെ ദിലീപ് ഈ സമാനമായ രീതിയിൽ തന്നെ ഈ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയപ്പോൾ അതിൽ കോടതിയുടെ ഭാഗത്തുനിന്നും ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഈ കേസിലെ പല തെളിവുകളും നിലനിൽക്കുന്നതല്ല എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അതിന്റെ ചുവട് പിടിച്ചാണ് ഈ കേസന്വേഷണം തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ദിലീപിനെതിരെ കൃത്യമായ തെളിവുകൾ ഈ കേസിൽ ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ഇക്കാര്യങ്ങൾ അംഗീകരിച്ചാണ് കേസിൽ തുടരന്വേഷണം നടത്താം, അല്ലെങ്കിൽ അന്വേഷണം തുടരാമെന്ന ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കേസിന്റെ ഈ ഘട്ടത്തിൽ അന്വേഷണത്തിൽ ഇടപെടാനാവില്ല എന്നും കോടതി പറഞ്ഞിരിക്കുന്നു. എന്തായാലും ദിലീപിന്റെ ഹർജിയിൽ വിശദമായി തന്നെ വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞ് കേസ് പരിഗണിക്കുകയും ചെയ്തു. പക്ഷേ താൽക്കാലികമായെങ്കിലും കേസിന്റെ അന്വേഷണം സ്റ്റേ ചെയ്ത് ഇതിൽ വാദം കേൾക്കണമെന്ന ആവശ്യമാണ് ദിലീപ് മുന്നോട്ട് വെച്ചത്. ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകനായ സിദ്ധാർത്ഥ് അഗർവാളാണ് ഇന്ന് കോടതിയിൽ ദിലീപിന് വേണ്ടി ഹാജരാകുകയും ചെയ്തത്. പക്ഷേ അടിയന്തരമായി സ്റ്റേ എന്ന ആവശ്യം അംഗീകരിക്കാത്തത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം ഈ ഫോൺ രേഖകൾ അടക്കം ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ദിലീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. മുംബൈയിലെ ലാബിലെത്തിച്ച് ഇത്തരത്തിൽ വിലപിടിച്ച പല രേഖകളും ദിലീപ് ഡിലീറ്റ് ചെയ്തു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. ഒപ്പം ഈ കേരളത്തിൽ നിന്നുള്ള കോഴിക്കോട് നിന്നുള്ള IT വിദഗ്ധനായ സായി ശങ്കറെ ഉപയോഗിച്ച് B രാമൻപിള്ള എന്ന അഭിഭാഷകന്റെ ഓഫീസിലെത്തിച്ചു പോലും രേഖകൾ മായ്ച്ചു കളഞ്ഞു എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ശക്തമായ തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് വാദിച്ചത്. എന്നാൽ ഇത്തരത്തിൽ തന്റെ സ്വകാര്യ വിവരങ്ങൾ മാത്രമാണ് ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. കേസ് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഈ രേഖകൾ ഡിലീറ്റ് ചെയ്യാൻ താൻ തീരുമാനിച്ചതാണ്. കേസിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു തരത്തിലുള്ള രേഖകളും താൻ ഡിലീറ്റ് ചെയ്തില്ല എന്നടക്കമുള്ള വാദങ്ങൾ ദിലീപിന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്നാൽ പ്രാഥമികമായി ഈ വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. എന്തായാലും അന്വേഷണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ശരി, MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. ദിലീപിന്റെ ഫോൺ രേഖകൾ നശിപ്പിച്ചെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ സൈബർ വിദഗ്ധൻ സായി ശങ്കറിന്റെ ഫ്ളാറ്റിൽ ക്രൈംബ്രാഞ്ച് പരിശോധന തുടരുകയാണ്. കോഴിക്കോട്ടെ ഫ്ളാറ്റിലാണ് പരിശോധന. നാളെ 11 മണിക്ക് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സായി ശങ്കറിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. കോട്ടയം മാടപ്പള്ളി മുണ്ടുകുഴിയിൽ സിൽവർ ലൈൻ പദ്ധതിക്കായി കല്ലിടുന്നതിൽ വൻ പ്രതിഷേധം. സർവേ കല്ലുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. വാഹനത്തിന്റെ ചില്ല് തകർത്തു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മണ്ണെണ്ണ കുപ്പികളുമായി എത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കി. അധികാരമില്ല, ഇറങ്ങിപ്പോ. വലിച്ചൊരു സ്ഥലം കൊണ്ട് കൊടുക്കാൻ ഒക്കുന്നില്ല, കടപ്പെടുത്താൻ ഒക്കുന്നില്ല. പഞ്ചായത്തിൽ വില്ലേജിലുള്ള ഇതിനകത്ത് പോയി ഒന്നും വിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കേരള പദ്ധതി നിർത്തുക, ഈ കേരള പദ്ധതി നിർത്തുക. ഞങ്ങളുടെ സ്വപ്നമാണ് ജീവിച്ചിരിക്കുന്നവർക്കാരും ആദ്യം ഞങ്ങൾക്ക് അവസരം ഞങ്ങൾക്ക് ജീവിക്കാൻ. അധികാരമില്ല, ഇറങ്ങിപ്പോ. സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ്. ജി ശ്രീജിത്ത് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, സമരത്തിന്റെ മുൻപിൽ നാട്ടുകാരാണെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി പിന്തുണയോടുകൂടി നടക്കുന്ന സമരമാണ്, വലിയ സമരമാണ്. ഇപ്പോഴെന്താണ് അവിടുത്തെ സാഹചര്യം? ആത്മഹത്യാ ഭീഷണി ഉൾപ്പെടെ മുഴക്കിക്കൊണ്ടായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ ആ സമരമുഖത്തുണ്ടായിരുന്നത്. ഇപ്പോൾ സ്ഥിതി അല്പമെങ്കിലും ശാന്തമായോ?
പൂർണ്ണമായും ശാന്തമായെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും പോലീസ് പിന്തിരിഞ്ഞു പോയിട്ടില്ല, നാട്ടുകാരും പിന്തിരിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് അതേ നിലയിൽ തന്നെ നിൽക്കുകയെന്ന് തന്നെ പറയേണ്ടി വരും. ഇരു കൂട്ടരും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്ന് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോട്ടയം ജില്ലയിലെ ഒരു സമരത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കൂടുതൽ ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ പ്രവർത്തകരും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നാട്ടുകാർ കാര്യമായ ഒരു സാന്നിധ്യമുള്ള ഒരു സമരമായി മാറുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളും വൃദ്ധരായിട്ടുള്ള സ്ത്രീകൾ അടക്കമുള്ളവർ ഈ സമരത്തിന്റെ മുൻനിരയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും പോലീസ് ഇവിടെ തന്നെ തുടരുകയാണ്. ഇവരെ മാറ്റിക്കൊണ്ട് കല്ലിടൽ നടപടികളിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു സംഘർഷം ഉണ്ടാകരുത് എന്നും പോലീസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മേലധികാരികൾ. നിലവിൽ കേരളയിൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏത് സമയത്തും വീണ്ടും സംഘർഷം ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. ഇവരെ എന്താണ് ആവശ്യപ്പെടുന്നത്? ഇപ്പോൾ അടിയന്തരമായി ആ സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെയൊക്കെ തടഞ്ഞുകൊണ്ടാണ് ഈ സമരം തുടങ്ങിയത്. അവർ തിരിച്ചു പോയിട്ടുണ്ടാകില്ലേ? പിന്നെയും സമരം രംഗത്ത് അവർ തുടരുന്നത് എന്താവശ്യപ്പെട്ടാണ്? ശ്രീജിത്ത്, കേൾക്കാമോ? കമലമേ കൊണ്ട് അമേരിക്കക്ക് പോണം, അമേരിക്കക്ക് പോണം. ഈ നാട്ടിൽ പിണറായി ഈ നാട്ടിൽ ആളില്ല. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എം ലിജുവിനെതിരെ നീക്കവുമായി കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പിൽ തോറ്റവരെ രാജ്യസഭയിലേക്ക് പരിഗണിക്കരുതെന്നാവശ്യപ്പെട്ട് മുരളീധരൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കത്ത് നൽകി. KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് തർക്കം തുടരുകയാണ് കോൺഗ്രസിൽ. ഇന്നൊരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? കെ മുരളീധരൻ എം ലിജുവിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ലിജു ആയിരുന്നു ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന വ്യക്തി. എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നത് ഇപ്പോൾ? രേണുക, ഇന്നലെ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം KPCC അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കിയത് 2 ദിവസത്തിനകം രാജ്യസഭാ സ്ഥാനാർത്ഥി ആര് എന്നത് സംബന്ധിച്ച് തീരുമാനം ആകും എന്നാണ്. ലിജു ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ലിജുവിന്റെ പേര് സജീവ പരിഗണനയിലുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് ലിജുവിനെതിരായ നീക്കം ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവർക്ക് രാജ്യസഭയിലേക്ക് ഇടം നൽകുക എന്നത് തെറ്റായ ഒരു പ്രവണതയും സന്ദേശവുമാണ് നൽകാൻ പോകുന്നത് എന്നാണ് കെ മുരളീധരൻ ഇപ്പോൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത്. മുരളീധരൻ സോണിയാഗാന്ധിക്കും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കത്തയച്ചിട്ടുണ്ട്. 3ഉം 4ഉം തവണ തെരഞ്ഞെടുപ്പിൽ അവസരം നൽകുകയും ആ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുകയും ചെയ്തവർ മണ്ഡലങ്ങളിലാണ് പ്രവർത്തിക്കേണ്ടത്, അവരെ രാജ്യസഭയിലേക്ക് എത്തിക്കുകയല്ല ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, രാജ്യസഭയിൽ പ്രധാനപ്പെട്ട ഡിബേറ്റുകൾ അടക്കം നടക്കുമ്പോൾ അതിൽ സജീവമായി പങ്കാളികളാകാൻ സാധിക്കുന്നവരെ വേണം പാർലമെന്റിലേക്ക് അയക്കാൻ. ഭാഷാ പ്രാവീണ്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും അത്തരം ശേഷിയുള്ളവരെ, ചർച്ചകളിൽ പങ്കെടുക്കാൻ ശേഷിയുള്ളവരെ ആയിരിക്കണം MP-മാർ ആക്കേണ്ടത് എന്നുമുള്ള ഒരു നിർദ്ദേശം ആണ് കെ മുരളീധരൻ ഇപ്പോൾ ഹൈക്കമാൻഡിന് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും ഇത്തരത്തിൽ സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ലിജുവിൻ്റെ സാധ്യത അസ്തമിക്കുന്നു എന്നത്, അല്ലെങ്കിൽ സാധ്യത കുറയുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പക്ഷേ സംസ്ഥാന നേതൃത്വം കൂടിയാലോചിച്ച് ഒരു തീരുമാനമെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് അല്പസമയം മുമ്പ് കൊടിക്കുന്നിൽ സുരേഷ് ന്യൂസ് 18നോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇങ്ങനെ എന്തായാലും നിലവിൽ രാജ്യസഭാ സീറ്റിലേക്ക് ആര് എന്നത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. നിരവധി പേരുകൾ ഇപ്പോഴും സജീവമായി തന്നെ പരിഗണനയിലുണ്ട്. പ്രത്യേകിച്ച് എം ലിജുവിൻ്റെയും സതീശൻ പാച്ചേനിയുടെയും പേരുകൾ തന്നെയാണ് സംസ്ഥാന നേതൃത്വം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. എങ്കിൽ പോലും ജബി മേത്തർ ഉൾപ്പെടെ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള പേരുകൾ ഹൈക്കമാൻഡിന് മുന്നിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം G23 നേതാക്കൾ നേരത്തെ തന്നെ ഗുലാം നബി ആസാദിനെ രാജ്യസഭയിലേക്ക് വീണ്ടും അയക്കണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചതാണ്. ഇപ്പോൾ കേരളത്തിലടക്കം ഒഴിവ് വന്ന പശ്ചാത്തലത്തിൽ ഈ ഒഴിവ് ആ നിലയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് G23 നേതാക്കളും ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. രേണുക, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. അഭിലാഷ്, ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ അന്തിമ തീരുമാനം സുധാകരനും സോണിയയും തമ്മിൽ നടത്തുന്ന ചർച്ചയിൽ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്?
നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ തന്നെയാണ്. അതായത് സോണിയാഗാന്ധിയുമായി കെ സുധാകരൻ ചർച്ച നടത്തുകയും അവിടെ ഹൈക്കമാൻഡിന് ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശങ്ങൾ ഉണ്ടായെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് കെ മുരളീധരനെ പോലെയുള്ള നേതാക്കൾ പറയുന്ന കാര്യങ്ങൾക്ക് ഹൈക്കമാൻഡ് എത്രത്തോളം പ്രാധാന്യം നൽകുമെന്നത് പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീനിവാസൻ കൃഷ്ണന്റെ പേരുകൾ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് കാരണമെന്നത് അദ്ദേഹം തെലങ്കാനയിലെ ചുമതലയുള്ള AICC സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ രാജ്യസഭയിൽ ഉൾപ്പെടെ ചർച്ചകൾ നടക്കുമ്പോൾ ആ ചർച്ചകളിലും മറ്റുമൊക്കെ പങ്കെടുക്കുക, നയപരമായ കോൺഗ്രസിന്റെ ഒരു നിലപാട് കൃത്യമായി രാജ്യസഭയെ അറിയിക്കുക, അതിന് ശേഷിയുള്ള നേതാക്കൾ തന്നെ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് NDAക്ക് എതിരായ ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. അവിടെ കോൺഗ്രസ് തന്നെ മുന്നിൽ നിന്ന് നയിക്കേണ്ടതുണ്ട്. നിലവിൽ 17 MPമാരാണ് ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെയായി ഇപ്പോൾ കോൺഗ്രസിന് ഉള്ളത്. അത് അംഗബലം എന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഏറ്റവും പവർഫുള്ളായ ആളുകൾ വേണം രാജ്യസഭയിലേക്ക് അയക്കുന്നതിന് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഏറ്റവും ശക്തനായ ഒരാൾ രാജ്യസഭയിൽ ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ മതസാമുദായിക സമവാക്യങ്ങൾക്ക് എപ്പോഴും പരിഗണന നൽകുന്ന പാർട്ടി എന്ന നിലയിൽ ആരായിരിക്കും എന്നത് സംബന്ധിച്ച ഒരു തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സോണിയാഗാന്ധിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. KSRTC സാമ്പത്തിക പ്രതിസന്ധി നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയമായി വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നത്. KSRTCയെ പരിതാപകരമാക്കിയത് സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അശ്വത്ഥാമാവായ കേരയിൽ വരുമെന്ന പ്രതീക്ഷ കൊണ്ട് ആനവണ്ടിയായ KSRTCയെ കുത്തിക്കൊല്ലരുതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. പാവപ്പെട്ട ജനങ്ങളുടെ ഗതാഗത മാർഗമല്ലേ ഈ ആനവണ്ടി എന്ന് വിളിക്കുന്ന KSRTC. സർക്കാരിന്റെ തെറ്റായ നിലപാട് മൂലം KSRTC പരിതാപകരമായ അവസ്ഥയിലാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുകയാണ്. 2885 ബസ്സുകൾ ഓഫ് റോഡാക്കിയും പുതിയവ വാങ്ങാതെയും KSRTCയെ ശുഷ്കിച്ച സ്ഥാപനമാക്കിയതിന്റെ പിന്നിൽ സിൽവർ ലൈൻ അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് ഈ കേരള സമൂഹം കരുതുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ അശ്വത്ഥാത്മാവിന്റെ കഥ അങ്ങേക്ക് അറിയാമല്ലോ സാർ. ഈ അശ്വത്ഥാത്മാവ് വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മൾ വലിയ കേരയിൽ ഒരു അശ്വത്ഥാത്മാവിന്റെ രൂപത്തിലെത്തും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഈ പാവപ്പെട്ട ആന വണ്ടിയെ അങ്ങ് കുത്തിക്കൊല്ലരുത് എന്ന് വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതേസമയം കോവിഡും ഡീസൽ വില വർധനയും KSRTCക്ക് തിരിച്ചടിയായെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഡീസൽ വില വർദ്ധിപ്പിച്ചതിലൂടെ 22 മുതൽ 25 കോടി രൂപയുടെ അധിക ചെലവ് പ്രതീക്ഷിക്കുന്നു. മറ്റൊരിടത്തുമില്ലാത്ത അനീതിയാണിതെന്നും ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ ഒറ്റ ദിവസത്തെ വർധന കൊണ്ട് KSRTCക്ക് പ്രതിദിനം 75 ലക്ഷം മുതൽ 83 ലക്ഷം രൂപയുടെ അധിക ചിലവാണ് വരുന്നത്. സാർ, ഇന്നലത്തെ വർധന കൊണ്ട് ഒരു മാസം 22 മുതൽ 25 കോടിയുടെ അധിക ചിലവാണ് ഒരു മാസം KSRTCക്ക് വരാൻ പോകുന്നത്. സാർ, ഈ അനീതിക്കെതിരെ നീതിപീഠത്തെ സമീപിക്കുകയല്ലാതെ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് എന്താ സാർ ചെയ്യാൻ കഴിയുക? സാർ, ഞങ്ങൾ KSRTC ബഹുമാനയുടെ സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പോൾ ബഹുമാനയുടെ സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതിയെ സമീപിക്കാം. സാർ, ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ KSRTC ഈ അനീതിക്കെതിരെ കേസ് ഫയൽ ചെയ്യാണ്. സാർ, ഒരിക്കൊന്നേ പറയാനുള്ള സാർ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഡീസൽ വില വർധനവിൽ കേന്ദ്ര നയം തെറ്റാണെന്ന സർക്കാർ നിലപാട് ശരിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പ്രതിപക്ഷവും സർക്കാരിനൊപ്പം ഉണ്ടെന്നും സതീശൻ വ്യക്തമാക്കി. മന്ത്രി പറഞ്ഞ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു തെറ്റായ നയം മൂലം ബൾക്ക് പർച്ചേസിന് വലിയ വ്യത്യാസം, ഇപ്പൊ 127 രൂപയോളം ഡീസലിന് കൊടുക്കേണ്ട സ്ഥിതി. ഞങ്ങളുണ്ട് കൂടെ. അതിനെതിരായിട്ട് നമ്മൾ സമരം ചെയ്യുന്നതിനും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനും ഞങ്ങളുണ്ട്. KSRTC പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ ഡീസലിന്റെ വില ബൾക്ക് ചാർജ് വർദ്ധിപ്പിച്ചതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ. കണ്ണൂരിൽ ആചാരലംഘനം നടത്തിയെന്ന പേരിൽ ക്ഷേത്രം ജീവനക്കാരനെതിരെ നടപടി. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ജീവനക്കാരനും വാദ്യകലാകാരനുമായ MV വേണുഗോപാലിനെതിരെയാണ് നടപടി. സഹോദരിയുടെ മകളുടെ പ്രസവത്തെ തുടർന്ന് വാലായ്മ പാലിച്ചില്ലെന്നാണ് ആരോപണം. എന്നാൽ സഹോദരിയുമായി അകന്നു കഴിയുന്നതിനാൽ സംഭവം അറിയാത്തതിനെ തുടർന്നാണ്
ഇത് സംഭവിച്ചതെന്ന് വേണുഗോപാൽ പറഞ്ഞു. മനു ഭരത്തിന്റെ റിപ്പോർട്ട്. തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വഴിപാട് ക്ലർക്കായ ശ്രീ വേണുഗോപാലാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനാണ് ഈ ആചാരലംഘനത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. എന്തായിരുന്നു ഈ സഹോദരിയുടെ മകൾ പ്രസവിച്ചു എന്നതിൻ്റെ വാലായ്മ പാലിച്ചില്ല എന്നതാണ് നിങ്ങൾക്കെതിരെയുള്ള നടപടിക്ക് ഹേതുവായ കാരണം. പക്ഷേ അത് നിങ്ങൾ അറിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്താണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ? ഈ വിഷയം സംബന്ധിച്ച് 15/3/22 ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഫോൺ മുഖാന്തരം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്നപോലെ മരുമകൾ പ്രസവിച്ചിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. അത് ഓഫീസർ നിർദ്ദേശിച്ച പ്രകാരം ഞാൻ അതിനുശേഷം ക്ഷേത്രത്തിൽ പ്രവേശിച്ചതില്ല. പക്ഷേ അതിന് മുന്നേ നിങ്ങൾക്കിത് അറിയില്ലായിരുന്നു ഇങ്ങനെ മരുമകൾ? ഈ വിവരം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തില്ല, വളരെ സത്യമുള്ള കാര്യമാണ്. പിന്നെ അവർ പറയുന്നത് പരാതിയിൽ പറഞ്ഞത് ഭാര്യ ഞങ്ങളിവിടെ താമസമില്ല. അപ്പോൾ ഈ സഹോദരിയുമായി നിങ്ങൾ സഹോദരിയുമായിട്ട് 7 വർഷക്കാലമായി ഞങ്ങൾ വിരോധത്തിലാണ്. അത് ഒരു ആഭ്യന്തര പ്രശ്നം കാരണം അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? അവർ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം ഉപ്പിലക്കൈ എന്ന വില്ലേജിലാണ് താമസിക്കുന്നത്. ഈ നമ്മളെ സ്ഥലമായിട്ട് 62 കിലോമീറ്ററോളം ദൂരം അകലെ. 14-ാം തീയതിയാണ് സഹോദരിയുടെ മകൾ പ്രസവിച്ചത്. അവരെ പരാതി കണ്ടപ്പോൾ 14-ാം തീയതി രാവിലെ 4:28 കാഞ്ഞങ്ങാട് ഏതോ സൺറൈസ് ആസ്പത്രിയിൽ പ്രസവിച്ചെന്ന് പരാതി കണ്ട അടിസ്ഥാനത്തിൽ മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തത് നിങ്ങളുടെ സഹോദരി തന്നെയാണ് ഇങ്ങനെ മകൾ ഉപദ്രവിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോട് മാത്രമാണ്. കാരണം ഞങ്ങൾ ആചാരം ലംഘിക്കുന്നവരല്ല. ഞാൻ 28 വർഷക്കാലം ക്ഷേത്ര വഴിപാടുകൾക്കായി ജോലി ചെയ്യുന്നു. ഇതുവരെ അവർ ആചാരം അങ്ങനെ നടത്തിയിട്ടില്ല, എൻ്റെ കരുതിക്കൂട്ടി ചെയ്തിട്ടില്ല. പക്ഷേ ഇത് താൻ അറിയാതെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന കാര്യം ക്ഷേത്ര അധികൃതരെ ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറും ട്രസ്റ്റി ബോർഡ് അന്ന് തന്നെ രാത്രി 10 മണിക്ക് ട്രസ്റ്റി ബോർഡ് യോഗം ചേർന്ന് വിശദീകരണം ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനം ഞാൻ വിശദീകരണം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 12 ദിവസക്കാലം സർവീസ് മാറി നിൽക്കണമെന്ന് അപേക്ഷിച്ച് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അതുപടി പ്രകാരം മാറി നിർത്തായുള്ളൂ നിലവിലിപ്പോൾ. പക്ഷേ എന്നിട്ടും നിങ്ങൾ തൽക്കാലം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്താനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി തുടർന്ന് എന്താണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? ഈ നിരപരാധിത്വം അവർക്ക് ബോധ്യപ്പെടും എന്നാണോ മനസ്സിലാക്കുന്നത്? എൻക്വയറി കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അന്വേഷണ കമ്മീഷൻ വെച്ച് അന്വേഷണം നടത്തി തീരുമാനം എടുക്കുന്നതെന്ന് അറിയിച്ചത്. ഏതായാലും ആചാരങ്ങളുടെ പേരിൽ നിങ്ങളെ ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ ബലിയാടാക്കാനാണ് അതാണ് സഹോദരിയുടെ ഉറച്ച തീരുമാനം. അത് അവരുമായുണ്ടായ ആഭ്യന്തര വിഷയം, ഒരു സ്വത്ത് കൊടുത്ത തർക്കത്തിൻ്റെ പരിഹാരത്തിന് അതിനുള്ളൊരു മറുപടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. മറ്റ് വേറൊന്നും ഇതിനകത്തൊക്കെയില്ല. ഞങ്ങൾ ഈ വേറൊരു വിഷയം ഞങ്ങൾക്ക് ഈ ബാലായ്മ മാത്രം പറഞ്ഞിട്ട് കുഴപ്പമാക്കുക എന്നുള്ളത്, ഉപദ്രവിക്കുക എന്നുള്ള ഒറ്റ നടപടിയാണ്, വേറൊന്നും അതിൻ്റെ അകത്തില്ല. അച്ഛനമ്മയും അടിച്ചാക്രമിച്ച് നിരവധി കോടതികളിൽ കേസ് നിലവിലുണ്ട്, വ്യവഹാരങ്ങൾ. ഏതായാലും ഈ ക്ഷേത്ര ഭാരവാഹികളിൽ നിന്നൊരു നീതി ലഭിക്കും എന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു വ്യാജ പരാതിയാണ്, ഇതിനൊരു നിലനിൽക്കുന്ന പരാതിയല്ല. കാരണം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ദൈവനാമത്തിൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് ലംഘിക്കുന്നതല്ല, ഞാനതിന് തയ്യാറില്ല. കാരണം ഞാനത് ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് അവളെക്കാട്ടി എത്രയോ വിശ്വാസം ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അവൾ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുള്ള പരാതിയിൽ ആദ്യം തന്നെ പരാതി പറയുമ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്നാണ് നിർവചനം, അല്ലേ? സാർക്കറിയാലോ. പക്ഷേ അതല്ലല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം മാതാപിതാക്കളെ രക്ഷിക്കുക വേണ്ടത്, അതല്ല ചെയ്തത്. പിന്നെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തത് തികഞ്ഞ ഉപദ്രവമാണ്. വേറെ യാതൊന്നും പറയാനില്ല അതിൻ്റെ അകത്ത്. ഏതായാലും ഒരു ആചാരലംഘനം കരുതിക്കൂട്ടി നടത്തിയതല്ല എന്നാണ് ശ്രീ വേണുഗോപാൽ പറയുന്നത്. സഹോദരിയുമായി അകന്ന് താമസിക്കുന്നതുകൊണ്ട് ആ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് ഈ വാലായ്മ ലംഘിക്കേണ്ടി വന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം. ഇത് പരിഗണിച്ച് ദേവസ്വം അധികൃതർ തനിക്ക് അനുകൂലമായൊരു നടപടി സ്വീകരിക്കും എന്നാണ് വേണുഗോപാൽ കരുതുന്നത്. നേരത്തെ കണ്ണൂർ ജില്ലയിൽ കരിവള്ളൂരിലും ഇതുപോലെ ഒരു പൂരക്കളി പണിക്കരെ വിലക്കിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനുശേഷം ഒരു പെരുവണ്ണാനെ ഇത്തരത്തിൽ വിലക്കിയെന്നൊരു ആക്ഷേപവും ഉയർന്നിരുന്നു. അത്തരത്തിൽ ആചാര ലംഘനം ഒരു വലിയ ചർച്ചാ വിഷയമാകുന്ന ഘട്ടത്തിലാണ് വേണുഗോപാലിനെതിരെയുള്ള ഈ പരാതിയും വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ദിലീപിന്റെ ഫോൺ രേഖകൾ നശിപ്പിച്ചെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ സൈബർ വിദഗ്ധൻ സായി ശങ്കറിന്റെ മൊബൈൽ ഫോണുകളും ഐപാഡും പിടിച്ചെടുത്തു. കോഴിക്കോട്ടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 2 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തത്. ലിൻഷ മാങ്ങാട് വിവരങ്ങളുമായി ചേരുകയാണ്. ലിൻഷ, അവിടെ നടത്തിയ പരിശോധന പൂർത്തിയായോ? എന്തൊക്കെ വിവരങ്ങൾ, ഫോൺ പിടിച്ചെടുത്തതിന് പുറമെ മറ്റെന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് അറിയുന്നത്? രേണുക, 4 മണിക്കൂറോളമായി ഇവിടെ സായി ശങ്കറിന്റെ കോഴിക്കോട് ഫ്ളാറ്റിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുകയായിരുന്നു. ഇപ്പോൾ പരിശോധന കഴിഞ്ഞു, അവർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. മൊബൈൽ ഫോണും ഐപാഡുമാണ് പിടിച്ചെടുത്തതെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസുകാരെ വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ
ആണ് അതുമായി ബന്ധപ്പെട്ട രേഖകൾ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുമായി കൂടിച്ചേർന്ന് രാമൻ പിള്ളയുടെ ഓഫീസിൽ വെച്ച് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി സായി ശങ്കറിന്റെ മാക്ബുക്കിലേക്കാണ് കണക്ട് ചെയ്തത്. അവിടെ നിന്നാണ് വിവരങ്ങൾ ഡിലീറ്റ് ചെയ്തത് എന്നതായിരുന്നു കണ്ടെത്തൽ. അതിനുശേഷമാണ് ഈ സായി ശങ്കർ കുറച്ച് വിവരങ്ങൾ സ്വന്തം മൊബൈലിലും ഈ മാക്ബുക്കിലും ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്ന സംശയത്തിന്റെ പുറത്താണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ സായി ശങ്കറിന്റെ വീട്ടിൽ അന്വേഷണം നടത്തിയത്. 3 പരിശോധന. ഇദ്ദേഹത്തിന്റെ ഓഫീസിലും 2 ഫ്ളാറ്റുകളിലുമായിട്ടായിരുന്നു കഴിഞ്ഞ 4 മണിക്കൂറായി പരിശോധന നടത്തിയിട്ടുണ്ട്. നാളെ അല്ല 2 ദിവസം കഴിഞ്ഞു. ഇല്ല ഒന്നുമില്ല, തൽക്കാലം ഒന്നും കിട്ടിയിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് പരിശോധിച്ചു, നമ്മൾ മടങ്ങി പോകുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. പിന്നെ നമ്മുടെ SP ഉണ്ട്, പോലീസ് ക്ലബിലുണ്ട്, അദ്ദേഹത്തിന് അറിയുള്ളൂ. 4 മണിക്കൂറാണ് ഇന്ന് സായി ശങ്കറിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയത്. രാവിലെ തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ പരിശോധന അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയിട്ടുണ്ട്. മൊബൈൽ ഫോണും ഐപാഡുമാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിലാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുമായി കൂടിച്ചേർന്ന് രാമൻ പിള്ളയുടെ ഓഫീസിൽ വെച്ച് സായി ശങ്കറിന്റെ സഹായത്തോടെയാണ് ഇത് നശിപ്പിച്ചതെന്ന് പറയുന്നു. ഈ രേഖകൾ ഇദ്ദേഹത്തിന്റെ മാക്ബുക്കുമായി ഇദ്ദേഹത്തിന്റെ ഫോണുമായും കണക്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഡിലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ ദിലീപ് അറിയാതെ തന്നെ കുറച്ച് വിവരങ്ങൾ സായി ശങ്കർ സ്വന്തം മൊബൈലിലേക്ക് ശേഖരിച്ചു എന്ന സംശയമുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ചിന്. അതുമായി ബന്ധപ്പെട്ട സംശയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിവിടെ പരിശോധന നടത്തിയത്. ഏകദേശം 4 മണിക്കൂറായിരുന്നു ഇവിടെ പരിശോധന ഉണ്ടായിരുന്നത്. 3 പരിശോധന നടത്തി. ഇദ്ദേഹത്തിന്റെ ഓഫീസിലും 2 ഫ്ളാറ്റുകളിലുമായിരുന്നു പരിശോധന. ഇപ്പോൾ പരിശോധന കഴിഞ്ഞ് അന്വേഷണ സംഘം ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ദിനിഷ മോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പാലക്കാട് പാതയിലെ പന്നിയങ്കരയിൽ ബസ്സുകളിൽ നിന്ന് ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. കരാർ കമ്പനിയുമായും ബസ് ഉടമകളുമായും ജില്ലാ കളക്ടർ ചർച്ച നടത്തിയ ശേഷമായിരിക്കും ടോൾ പിരിവ് പുനരാരംഭിക്കുക. ആലത്തൂർ MP രമ്യ ഹരിദാസ് കരാർ കമ്പനിയുമായി നടത്തിയ ചർച്ചയിലാണ് താൽക്കാലിക ധാരണയുണ്ടായത്. അമിത ടോൾ നിരക്ക് ഈടാക്കുന്നതിനെതിരെ രാവിലെ ടോൾ പ്ലാസയ്ക്ക് സമീപം ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധിച്ചിരുന്നു. സ്വകാര്യ ബസ്സുകൾക്ക് 50 ട്രിപ്പിന് 9,400 രൂപ ടോൾ ഏർപ്പെടുത്തിയത് അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു സമരം. ടോൾ പിരിക്കാൻ ആരംഭിച്ചതോടെ ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ സർവീസ് നിർത്തിവെച്ച് ബസ് ജീവനക്കാർ പ്രതിഷേധിച്ചു. ടാക്സിനേക്കാളും കൂടുതലാണ് ഈ പിരിവ് ചോദിക്കുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ കൂടുക. എത്ര രൂപയാണ് ഇപ്പോൾ ഇവിടെ? എത്ര ടോളിനൊന്നും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് 560 രൂപ ആണെന്ന് പറഞ്ഞത് ഒരു ട്രിപ്പ് പോയിട്ട് വരാൻ. അത് അങ്ങനെ ഒരു ദിവസം 4 ട്രിപ്പ് എടുക്കുമ്പോൾ നമ്മൾ വൈകുന്നേരം വരെ ഓടിയാൽ 500 രൂപ കൂലി കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യമാണ്. ബസ് സർവീസ് നിർത്തിയതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദുരിതത്തിലായി. പരീക്ഷയ്ക്ക് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഞങ്ങളൊക്കെ ഡ്യൂട്ടിക്ക് തൃശ്ശൂർ ഡെയിലി ഞങ്ങൾ പോയി വരുന്നവരാണ്. ഞങ്ങൾക്കൊരു ഡ്യൂട്ടി ടൈം ഉണ്ട്. ആ ടൈമിൽ എത്തില്ല. ഞങ്ങളുടെ ഡ്യൂട്ടി എന്താവും? നമുക്ക് ഓൺ ടൈം എത്താൻ പറ്റില്ല. ഇപ്പൊ ബസ് നിർത്തിയിടുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്ന് അവർക്ക് ട്രോൾ ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും വളരെ ഉപകാരമാവും, അവർക്കും അത് വളരെ ഉപകാരമാവും. ഇതോടെ പോലീസ് ഇടപെട്ട് വാഹനം കടത്തിവിട്ടു. തുടർന്ന് ആലത്തൂർ MP രമ്യ ഹരിദാസ് സ്ഥലത്തെത്തി ടോൾ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി ധാരണയായതിനു ശേഷം ടോൾ പുനരാരംഭിച്ചാൽ മതിയെന്ന് തീരുമാനം. ചർച്ച കഴിയാതെ ഇനിയിപ്പോ ഇത് ടോൾ പിരിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ അത് പിരിക്കാൻ നിൽക്കണ്ട. മെഡിക്കൽ കോളേജിലേക്ക് ഡയാലിസിസ് ചെയ്യാൻ പോണ ആളുകളുണ്ട്. അന്നന്നത്തെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോ കൂലിപ്പണിക്ക്, വീട്ടുപണിക്ക് പോകുന്ന, ഹോട്ടൽ പണിക്ക് പോകുന്ന ആളുകൾ ഈ ബസ്സിലുണ്ട്. അവർ മുഴുവൻ ഇവിടെ നിന്ന് ഇറങ്ങി നിന്നാൽ എങ്ങനെ അവർ ജീവിക്കാൻ പറ്റുക? മാർച്ച് 23 രാവിലെ 11 പാലക്കാട് കലക്ടറേറ്റിൽ ചർച്ച നടക്കുമെന്ന് MP അറിയിച്ചു. സ്വകാര്യ ബസ്സുകളിൽ നിന്ന് ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ടെങ്കിലും ഇളവ് ലഭിച്ചില്ലെങ്കിൽ സമരം തുടരുമെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, News 18 പാലക്കാട്. വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ട കൂടലിൽ പോക്സോ കേസിൽ വൈദികൻ കസ്റ്റഡിയിൽ. കൂടൽ ഓർത്തഡോക്സ് പള്ളി വികാരി പോൺസൺ ജോൺ ആണ് പിടിയിലായത്. കൌൺസിലിംഗിനെത്തിയ പെൺകുട്ടിക്ക് നേരെയാണ് വൈദികൻ ലൈംഗിക അതിക്രമം കാണിച്ചത്. ശശിനാരായണൻ വിവരങ്ങൾ നൽകും. ശശി, എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക, ഈ കഴിഞ്ഞ മെയ് 12, 13 തീയതികളിലാണ് ഈ 17-കാരിയായ പെൺകുട്ടിയെ ഈ വൈദികൻ പീഡിപ്പിക്കുന്നത്. പഠനത്തിന് ഒരു ശരാശരി മികവ് മാത്രം പുറത്തുള്ള കുട്ടിയാണ്. അതിന് ഭാഗമായി ഈ പെൺകുട്ടിയുടെ അമ്മ
ഇദ്ദേഹത്തെ കാണാനായി കുട്ടിയുമായി ചെന്നതാണ്. ആ ചെല്ലുമ്പോഴാണ് ഇദ്ദേഹം വീട്ടിനകത്ത് വെച്ച് കുട്ടിയെ ഒറ്റയ്ക്ക് കയറ്റി വെച്ച് കുട്ടിയെ ആദ്യ ദിവസം പീഡിപ്പിക്കുകയും പിറ്റേ ദിവസം ഈ കുട്ടിയുടെ വീട്ടിൽ ഈ വൈദികരെത്തി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്തിയ ഈ പെൺകുട്ടി സഹപാഠികളോട് പറയുകയും ചെയ്തു. സഹപാഠി അതനുസരിച്ച് കുട്ടിയുടെ അധ്യാപികയുടെ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. ആ അധ്യാപിക പോലീസ് നൽകിയ പരാതി അടിസ്ഥാനത്തിലാണ് കൂടൽ ഓർത്തഡോക്സ് പള്ളി വികാരി പോൾസൺ ജോണിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസ് ഈ കുട്ടിയുടെ വിവരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കുട്ടി വലിയ മാനസിക സമ്മർദ്ദത്തിലുമായിരുന്നു. ഇക്കാര്യമൊക്കെയാണ് അധ്യാപകരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസിനെ. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യും കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോവുക. ശശിനാരായണൻ വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ അന്ധവിദ്യാലയത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ജീവനക്കാരൻ പീഡിപ്പിച്ച കേസ് പണം നൽകി ഒതുക്കാൻ ശ്രമമെന്ന പരാതി. ബന്ധുക്കളെയും സാക്ഷികളെയും വിളിച്ചുവരുത്തി സ്കൂൾ മാനേജ്മെന്റ് ഒത്തുതീർപ്പ് നടത്തിയെന്ന് ഡിജിപിക്ക് കാഴ്ച പരിമിതിയുള്ളവരുടെ സംഘടനാ ഭാരവാഹികൾ പരാതി നൽകി. ഇതിന് പിന്നാലെ പ്രതിയും സ്കൂൾ ജീവനക്കാരനുമായ രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനെന്ത് പ്രായച്ചിട്ടും ഞാൻ ചേട്ടനത് പറ. എനിക്കതിന്റെ വിഷമം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രായച്ചിത്തം ചെയ്യണ്ട, ചെയ്തതൊക്കെ മതി. ചേട്ടാ എന്നാ പ്രായമുണ്ട്, നിനക്കെന്നാ പ്രായമുണ്ട്? ശരിയാണ് സംഭവിച്ചു. ഈ പഠിപ്പിന് വേണ്ടതെല്ലാം സ്പോൺസർഷിപ്പ് ചെയ്യിപ്പിച്ചു, ഒരു ഡോക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചു വെച്ചേക്കണതുമാണ്. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ സുഹൃത്തും പീഡിപ്പിച്ച സ്കൂൾ ജീവനക്കാരനായ രാജേഷും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണിത്. 1 വർഷം മുൻപാണ് തൊടുപുഴയ്ക്ക് സമീപമുള്ള അന്ധവിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയെ വാച്ചറായ രാജേഷ് പീഡിപ്പിച്ചത്. പീഡനം പുറത്തറിയും മുൻപ് ഒതുക്കി തീർക്കുവാനുള്ള ശ്രമങ്ങളും പ്രതി തന്നെ തുടങ്ങി. വിദ്യാർത്ഥിനിയെ സഹായിച്ചിരുന്ന സുഹൃത്തിന് പണം നൽകിയായിരുന്നു തുടക്കം. ആദ്യഘട്ടമായി 50,000 രൂപ നൽകിയെന്നാണ് പരാതിയിൽ പറയുന്നത്. പിന്നീട് പെൺകുട്ടിയുടെ സഹോദരനെ ഫോണിൽ വിളിച്ച് ഒത്തുതീർപ്പ് ശ്രമങ്ങളും നടത്തി. ഒടുവിൽ ജനുവരി 26-ന് പെൺകുട്ടിയുടെ കുടുംബത്തെ സ്കൂളിൽ വിളിച്ചുവരുത്തി സംഭവം ഒത്തുതീർപ്പാക്കി. ഒത്തുതീർപ്പിന് നേതൃത്വം നൽകിയത് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ്സ് എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. പ്രസിഡന്റ് തന്നെയാണ് സ്കൂൾ മാനേജരുമെന്നാണ് വിവരം. പീഡന വിവരം പോലീസിലോ ചൈൽഡ് ലൈൻ അധികൃതരെയോ അറിയിക്കാൻ പോലും സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്നതും ഗുരുതരമാണ്. സംഘടനയിലെ മറ്റംഗങ്ങൾ ഇതിനെതിരെ ഡിജിപിക്കടക്കം പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. തുടർന്ന് തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് 18 തൊടുപുഴ. ആലപ്പുഴ നൂറനാടിൽ ടോറസ് ലോറി പാഞ്ഞുകയറി 3 മരണം. പ്രഭാത സവാരിക്കിറങ്ങിയ എരുമക്കുഴി സ്വദേശികളായ VM രാജു, വിക്രമൻ നായർ, രാമചന്ദ്രൻ നായർ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമിത വേഗതയാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ആളുകളെ ഇടിച്ച ശേഷം നിർത്താതെ പോയ ലോറിയുടെ ഡ്രൈവർ പള്ളിക്കൽ സ്വദേശി അനീഷ് മോൻ പിന്നീട് നൂറനാട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ലോറിയും കസ്റ്റഡിയിലെടുത്തു. കൃഷിക്കാവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്താൻ നീർത്തടങ്ങൾ നിർമ്മിക്കുകയാണ് ഇത് ഇന്റർനാഷണൽ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യ യൂറോപ്യൻ സഹകരണത്തിന്റെ ഭാഗമായാണ് പദ്ധതി. രാജ്യത്ത് പലയിടങ്ങളിലായി 30ഓളം നീർത്തടങ്ങളാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയിൽ 3 തെലങ്കാനയിലാണ്. കൃത്രിമമായി നിർമ്മിച്ച നീർത്തടങ്ങളിലൂടെ മലിനവും ഉപയോഗിച്ച് പുറന്തള്ളിയതുമായ വെള്ളം ശുദ്ധീകരിച്ച് കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മിഷൻ പാനി റിപ്പോർട്ടിലേക്ക്. Communities are using raw wastewater for centuries for agriculture, hence often they are unaware of its perils, and without access to any kind of wastewater treatment technology, they feel helpless also. This concept of constructed wetlands is a very simple and novel idea of utilizing grey water for agricultural purpose through a series of filters which comprise of various gravel levels and plants, roots of the plants. These act as filter. The water passes through this filter and is converted through biological system for usable water in agriculture. Any dryland agriculture crop can be easily grown with this. We work on different phenotyping, advanced phenotyping system which can
which can help in crop production, which can adapt better to the dryland system. So the constructed wetlands are not only about the recycled water, but you need a crop which can adapt there and grow there and be more productive, so that the system itself is self-sustainable. 80% of the water supplied to a village comes out as a dilute wastewater. Hence, constructed wetland can promote its reuse. So it is really still an area where we need to work more. Awareness generation and capacity building make communities involved and embrace the technology. വാർത്തകൾ തുടരുന്നു. തോട്ടങ്ങളിലെ ഫലവർഗ കൃഷിക്കായി ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതിയില്ലെന്ന് മന്ത്രി പി രാജീവ്. പഴവർഗ്ഗങ്ങൾ നട്ടുവളർത്താൻ നിലവിലെ നിയമം അനുവദിക്കുന്നുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗിച്ചാൽ മതിയെന്നും പി രാജീവ് നിയമസഭയിൽ പറഞ്ഞു. ഈ ഭൂമി നമ്മൾ ഏറ്റെടുത്തവർ കൊടുത്തു കഴിഞ്ഞു. ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇപ്പോൾ റെയിൽവേയുടെ കയ്യിലാണ്. ഇനി അവർ വിട്ടു തന്നാൽ മാത്രമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ കഴിയുള്ളൂ. നമ്മൾ സൗജന്യമായി ഏറ്റെടുത്ത് കേന്ദ്രത്തിന് കൈമാറിയ ഭൂമിക്ക് തന്നെ കമ്പോള വില നൽകിയാൽ തിരിച്ചു നൽകാമെന്ന സമീപനമാണ് ഇപ്പോൾ കേന്ദ്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നം നമുക്ക് ആ സ്ഥലം വിനിയോഗിക്കാൻ എന്താണെന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കൂടി വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തും. പാലക്കാട് കോച്ച് ഫാക്ടറിക്കായി ഏറ്റെടുത്ത് നൽകിയ സ്ഥലം മടക്കി നൽകാൻ വിപണി വില വേണമെന്ന് റെയിൽവേ ആവശ്യപ്പെടുന്നെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. സൗജന്യമായി ഏറ്റെടുത്ത് നൽകിയ സ്ഥലമാണ്. ഭൂമി കിട്ടിയാലേ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തുടങ്ങാൻ കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് സിനിമാ പ്രേമികൾക്ക് പ്രതീക്ഷയേകി കൈരളി തിയേറ്റർ സമുച്ചയത്തിന് പുതുമോടി. അത്യാധുനിക ശബ്ദദൃശ്യ സംവിധാനമൊരുക്കിയാണ് നവീകരണം. സംസ്ഥാനത്ത് ആദ്യമായി കുട്ടികൾക്കായി ബേബി റൂം എന്ന പേരിൽ പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. തലസ്ഥാനത്തിന്റെ സിനിമാ കേന്ദ്രമായ കൈരളി നിള ശ്രീ തിയേറ്ററുകൾ അടിമുടി മാറി. പടിക്കെട്ടുകൾ പിന്നിട്ട് കയറി ചെല്ലുന്നത് പൂർണ്ണമായും ശീതീകരിച്ച തിയേറ്റർ സമുച്ചയത്തിലേക്കാണ്. ലോകോത്തര കമ്പനിയായ ബാർക്കോയുടെ RGB 4K ലേസർ പ്രൊജക്ടർ, തിയേറ്ററുകൾക്കുള്ളിലെ മികച്ച ലൈറ്റിംഗ്, ശബ്ദ സംവിധാനങ്ങൾ. $12 കോടി മുടക്കിയാണ് നവീകരണം. പല രീതിയിലുള്ള ഒരു ടെക്നോളജിയുടെ ഇന്ന് കേരളത്തിൽ ഉള്ള ഏറ്റവും ഒരർത്ഥത്തിൽ അതിൻ്റെ ധർമ്മം അല്ലെങ്കിൽ കലയുടെ ധർമ്മം ടെക്നോളജിയിൽ കൂടി ഏറ്റവും ഭംഗിയിൽ കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൈരളി ശ്രീ നിളയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും സാധാരണക്കാരുടെ പൈസ വെച്ചുണ്ടാക്കിയ ഒരു തിയേറ്ററാണ്. തിയേറ്ററുകൾക്ക് പുത്തൻ മാതൃക സൃഷ്ടിക്കുന്ന ബേബി റൂമാണ് മറ്റൊരു ആകർഷണം. തിയേറ്ററുകളുടെ പിന്നിരയിലും ബേബി റൂമുണ്ട്. അവിടെ കുട്ടിയുമായിരുന്നാലും സിനിമാ കാഴ്ചകൾക്ക് തടസ്സമൊന്നും ഉണ്ടാകാത്ത തരത്തിലാണ് നിർമ്മാണം. ഇതുകൂടാതെ ഫീഡിംഗ് റൂം വേറെയുമുണ്ട്. ഭിന്നശേഷി സൗഹൃദത്തിന്റെ ഭാഗമായി ലിഫ്റ്റും കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.